ലോവൽ മൈലോ, അതാണ് നമ്മുടെ നായകന്റെ പേര്. അവനിപ്പം ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്തിരിക്കുകയാണ്. ആള് വല്ലാത്തൊരു ടെൻഷനിലാണ്. കാരണം അവനൊരു കുടുക്കിൽപ്പെട്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് അവനിപ്പോൾ ആ സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പറയുന്നത്. നോക്കൂ ഡോക്ടർ, എനിക്കിപ്പോൾ 28 വയസ്സായി. എന്നാൽ ഇന്നലെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പം എന്റെ പ്രായം 15 വയസ്സായിരുന്നു. അതിന് മുമ്പത്തെ ദിവസം എഴുന്നേറ്റപ്പം എന്റെ പ്രായം 8 വയസ്സായിരുന്നു. വേറൊരു ദിവസം എഴുന്നേറ്റപ്പം എന്റെ പ്രായം 90 വയസ്സായിരുന്നു. എന്താണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത്? എന്റെ ഈ അവസ്ഥയെപ്പോലെ വേറെ ആർക്കെങ്കിലും ഇതുവരെ ഉണ്ടായതായിട്ട് നിങ്ങൾക്ക് അറിയോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ വല്ലാത്തൊരു പേടിയാണ് ഉറങ്ങാൻ. ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്റെ തന്നെ ജീവിതത്തിലെ വേറെ ഏതോ ഒരു ടൈം ലൈനിലാണ് ഞാൻ എഴുന്നേക്കുന്നത്. എന്നാൽ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ ഏത് പ്രായത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞാലും ആ സമയത്തുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരും. അതായത് എന്റെ മുമ്പിൽ ഇപ്പോൾ ഒരാൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ആരാണെന്ന് എനിക്ക് മനസ്സിലാവും. അതേപോലെ എഴുന്നേക്കുന്ന സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും എന്റെ മനസ്സിലേക്ക് വരും. ഇതാണ് എന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇതെങ്ങനെ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും? അതിന് നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ എന്നാണ് ലോവൽ ഇപ്പോൾ ഡോക്ടറെ അടുത്ത് ചോദിക്കുന്നത്. അവന്റെ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഡോക്ടർക്ക് ശരിക്കും അത്ഭുതമായി. കാരണം ഈ അവസ്ഥയിൽ ആദ്യമായിട്ടാണ് ഒരാൾ അവരെ കാണാൻ വന്നിരിക്കുന്നത്. ശരിക്കും അവനെ കുറിച്ചൊന്ന് പഠിച്ചേ പറ്റൂ, അല്ലാതെ അവർക്കൊരു മറുപടി പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവർ ചോദിക്കുന്നത്, എപ്പോൾ മുതലാണ് ഇത് നിനക്ക് സ്റ്റാർട്ട് ചെയ്തത്? നീ അതിനെക്കുറിച്ചൊന്ന് ഓർത്തു നോക്കിക്കേ. ആദ്യത്തെ സംഭവം എന്താണ് നിനക്ക് ഓർമ്മ വരുന്നത് എന്നാണ് ഡോക്ടർ ചോദിക്കുന്നത്. ഈ സമയം അവൻ ആദ്യമായിട്ട് ഓർമ്മ വന്ന കാര്യം അവൻ അവരുടെ അടുത്ത് പറയാണ്. അതായത് ഒരു ദിവസം അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഉടനെ തന്നെ അവൻ കണ്ണാടിയിലേക്കാണ് നോക്കുന്നത്. ഈ സമയം അവന്റെ പ്രായം 92 വയസ്സാണ്. എഴുന്നേറ്റ് ഉടനെ തന്നെ അവൻ അവന്റെ റൂമാണ് ചെക്ക് ചെയ്യുന്നത്. അവന്റെ മുന്നിലായിട്ട് അവന്റെ ഫാമിലിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യമാണ് അവൻ ഡോക്ടറെ അടുത്ത് പറയുന്നത്. അതേക്കുന്ന ഡോക്ടർ ചോദിക്കുന്നത്, ഓ അപ്പൊ നീ എഴുന്നേറ്റ സമയത്ത് നിനക്ക് 92 വയസ്സായിരുന്നല്ലേ? പക്ഷെ എങ്ങനെ നിനക്ക് 92 വയസ്സായി എന്ന് നിനക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റും എന്നാണ് ഡോക്ടർ ചോദിക്കുന്നത്. അതെനിക്ക് അറിയത്തില്ല, എന്റെ പ്രായം എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ ആ സംഭവത്തിന് ശേഷം പിന്നീട് അവൻ എഴുന്നേൽക്കുമ്പോൾ അവനൊരു പാർട്ടിയിൽ നിൽക്കുകയാണ്. ഇവന്റെ പ്രൊഫഷൻ ഒരു ഫോട്ടോഗ്രാഫറാണ്. ഇവൻ ഒരു വെഡ്ഡിംഗ് പാർട്ടിയാണ് അവിടെ നടക്കുന്നത്. അതിന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവന് പങ്കെടു വന്നിരിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് ബോധം വരുമ്പോൾ അവൻ ആ കാര്യം ഓർമ്മ വരുന്നില്ല. ഈ സമയം കല്യാണ ചെറുക്കനും പെണ്ണും അവിടെ നിൽക്കുന്നുണ്ട്. ആ കല്യാണ പെണ്ണ് ഓർമ്മിപ്പിക്കുമ്പോഴാണ് അവൻ ഫോട്ടോ എടുക്കാനാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന കാര്യം അവൻ ഓർമ്മ വരുന്നത്. ഈ മാരേജ് ഫംഗ്ഷൻ നടക്കുന്നത് ഫ്യൂച്ചറിലാണ് കേട്ടോ. അതായത് ഇപ്പം അവന് ഡോക്ടറുടെ അടുത്ത് ഇരിക്കുന്നുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഫംഗ്ഷൻ നടക്കുന്നത്. ആ സമയത്ത് ഇവന്റെ പ്രായം 30 വയസ്സാണ്. അങ്ങനെ അവൻ വേഗം ചെന്നിട്ട് അവരുടെ ഫോട്ടോസ് എടുക്കുകയാണ്. അവൻ ആ ഫോട്ടോ എടുക്കാൻ തുടങ്ങി കഴിയുമ്പം അവന്റെ ഈ ഏജിലുള്ള സ്വഭാവത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെ നല്ല കിടലനായിട്ട് ഫോട്ടോ എടുക്കാമെന്നും ആരൊക്കെയാണ് തന്റെ മുന്നിൽ നിൽക്കുന്നതെന്നും എല്ലാ കാര്യങ്ങളും അവന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അവൻ ആ ഫോട്ടോസ് ഒക്കെ എടുത്തു കഴിയുമ്പോൾ ആ കല്യാണ ചെറുക്കൻ അവന്റെ അടുത്തേക്ക് വന്നു. അതിനുശേഷം അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഇപ്പൊ 2ാമത്തെ തവണയാണ് വർക്കിനിടയിൽ ഉറങ്ങിപ്പോകുന്നത്. ഇതെന്തോ നിനക്ക് അസുഖമാണ്, അതുകൊണ്ട് നീ വല്ല ഡോക്ടറും പോയി കാണുന്നതായിരിക്കും നല്ലത് എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവനിപ്പോൾ അവിടുത്തെ ഒരു ടേബിളിലിരിക്കുകയാണ്. അതിനിടയിൽ അവന് നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട്. എന്നാൽ ഉറങ്ങിക്കഴിഞ്ഞാൽ പോയി. അതുകൊണ്ട് തന്നെ അവൻ ഉറങ്ങാതെ മാക്സിമം അങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. ഈ സമയം അവൻ നോക്കുമ്പോൾ അവന്റെ മുന്നിലായിട്ട് 2-3 കുട്ടികൾ കളിക്കുന്നുണ്ട്. ഉറങ്ങാതിരിക്കാൻ അവൻ അവരെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അതിനിടയിലാണ് ഒരു ലേഡി അവന്റെ അടുത്തേക്ക് വരുന്നത്. അവനിങ്ങനെ ആ കുട്ടികളെ നോക്കിയിരിക്കുമ്പോൾ അവള് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണല്ലേ? നീ പേടിക്കണ്ട, ഒരു ദിവസം വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ നീ മീറ്റ് ചെയ്യും. ആ പെൺകുട്ടിയെ തന്നെ നീ കല്യാണം കഴിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ നിനക്ക് ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് ആ ലേഡി അവന്റെ അടുത്ത് പറയുന്നത്. അതേ കേൾക്കുമ്പോൾ എനിക്ക് കുട്ടികൾ ഉണ്ടാവുന്ന ഇഷ്ടമല്ല എന്നാണ് അവനതിന് മറുപടി പറയുന്നത്. ലോവലിന്റെ ആ മറുപടി കേൾക്കുമ്പോൾ ആ ലേഡി ആണെങ്കിൽ ദേഷ്യത്തോടെ അപ്പുറത്തെ ടേബിളിലേക്ക് എന്നിരിക്കുകയാണ്. അങ്ങനെ ആ ലേഡി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അവൻ ഉറങ്ങിപ്പോവാണ്. പിന്നീട് അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവനിപ്പോൾ ഒരു ചെറിയ കുട്ടിയായിട്ടുണ്ട്. വളരെ അത്ഭുതത്തോടെ അവൻ അവന്റെ റൂം മൊത്തത്തിലൊന്ന് നോക്കുകയാണ്. അതിനിടയിൽ അവിടെ ഒരു ക്യാമറ ഇരിക്കുന്ന അവൻ കാണുന്നുണ്ട്. അപ്പൊ ചെറുപ്പകാലം മുതൽക്ക് തന്നെ ഇവന് ഈ ക്യാമറയോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ അവൻ വേഗം ആ ക്യാമറ എടുത്തിട്ട് വെളിയിലേക്ക് ഇറങ്ങി. അതിനുശേഷം അവിടെ കാണുന്ന പല കാര്യങ്ങളും ഫോട്ടോ എടുക്കാൻ തുടങ്ങി. കിടന്നുകൊണ്ടും നിന്നുകൊണ്ടും പല രീതിയിൽ അവൻ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. എല്ലാം വളരെ മികച്ച ഫോട്ടോസുമാണ്. അങ്ങനെ ആ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പട്ടി അങ്ങോട്ട് വരുന്നത്. അതിനെ കണ്ടതും അവനിപ്പോൾ ആ പട്ടിയുടെ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ഈ പട്ടിയുടെ പേര് ഹോവാർഡ് എന്നാണ്. ഈ സമയത്താണ് ഒരു പെൺകുട്ടി അങ്ങോട്ട് വരുന്നത്. ആ പെൺകുട്ടിയുടെ പട്ടിയാണത്. അവളും കൂടെ ആ പട്ടിയുടെ അടുത്തേക്ക് വന്ന് നിൽക്കുന്ന കാണുമ്പോൾ അവനിപ്പോൾ ആ പെൺകുട്ടിയും ചേർത്തിട്ട് ഒരു ഫോട്ടോ എടുത്തു. അങ്ങനെ ആ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ ആ പെൺകുട്ടിയെ പരിചയപ്പെട്ടു. അവളുടെ പേര് ഗ്രേസ് എന്നാണ്. അങ്ങനെ അവളുമായിട്ട് കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷം അവൻ നേരെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് അവനിപ്പം അവനെടുത്ത ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഫോട്ടോസൊക്കെ നോക്കി കഴിയുമ്പോഴേക്കും അവനാണെങ്കിൽ ഉറങ്ങിപ്പോവുകയും ചെയ്തു. പിന്നീട് ഒരു ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടിട്ടാണ് അവൻ എഴുന്നേക്കുന്നത്. അവൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയാണ് സംസാരിക്കുന്നത്. ഈ സമയത്താണ് അവൻ കണ്ണാടിയിൽ നോക്കുന്നത്. ഇപ്പൊ അവന്റെ പ്രായം 21 വയസ്സാണ്. ഈ സമയം ഫോണിൽ ചോദിക്കുന്നത് ആരാണ് സംസാരിക്കുന്നതെന്നാണ്. അത് മറ്റാരുമല്ല, അവൻ നേരത്തെ പരിചയപ്പെട്ട ആ പെൺകുട്ടിയുണ്ടല്ലോ, ഗ്രേസ്. അവളാണ് ഇപ്പൊ സംസാരിക്കുന്നത്. അവന്റെ ഈ ഒരു പ്രായമായപ്പോഴേക്കും അവർ തമ്മിൽ നല്ല ഫ്രണ്ട്സാണ്. അവളിപ്പോ അവനോട് പറയുന്നത്, നീ ഇതുവരെയായിട്ട് ഉറക്കുന്നത് എഴുന്നേറ്റില്ലേ? ഇന്ന് നിനക്കൊരു അപ്പോയിന്റ്മെന്റ് ഉള്ള കാര്യം നീ മറന്നുപോയോ? ഇന്ന് നിന്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ആണ് നടക്കാൻ പോകുന്നത്. നിന്റെ ഹീറോ ഉണ്ടല്ലോ, സ്റ്റീവൻ റോബർട്ട്സ്, ആ ഫോട്ടോഗ്രാഫർ, അയാളെ നീ നേരിട്ട് കാണാൻ പോവാണ്. അതുകൊണ്ട് പെട്ടെന്ന് വേഗം റെഡി ആയിക്കേ, ഞാൻ നിന്റെ വീടിന്റെ വാതിൽക്കൽ തന്നെ ഉണ്ട് എന്നാണ് അവള് പറയുന്നത്. ഈ സമയം അവൻ നോക്കുമ്പോൾ ഒരു പുസ്തകം അവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. അതിലൊരു ആർട്ടിക്കിളിൽ പറയുന്നത് ആ സ്റ്റീവൻ റോബർട്ട്സിനെ കുറിച്ചാണ്.
അതും കൂടെ കാണുമ്പം അവന് കാര്യങ്ങളൊക്കെ ഓർമ്മ വരാൻ തുടങ്ങി. ഈ സമയത്താണ് ഗ്രേസ് പുറത്തുനിന്ന് വാതിൽ മുട്ടുന്നത്. അത് കേട്ടതും അവൻ വേഗം അവന്റെ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാണ്. അവൻ വാതിലിലേക്ക് നടക്കുമ്പോൾ അവനെടുത്ത കുറെ ഫോട്ടോസ് ഒക്കെ അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ ഫോട്ടോസ് ആയിരുന്നു അത്. അങ്ങനെ അവൻ വേഗം ചെന്നിട്ട് വാതിൽ തുറന്നു. ഈ സമയം വാതിൽക്കലായിട്ട് ഗ്രേസ് നിൽക്കുന്നുണ്ട്, കൂടെ അവളുടെ പട്ടിയും. അവന്റെ ആ കോലം കാണുമ്പോൾ നീ ഇതുവരെയായിട്ട് റെഡി ആയില്ലേ, നീ വേഗം പോയിട്ട് റെഡി ആയിക്കേ, അയാൾ നിന്നെ വെയിറ്റ് ചെയ്തുകൊണ്ട് ആ റെസ്റ്റോറന്റിൽ ഇരിക്കുന്നുണ്ട് എന്നാണ് അവള് പറയുന്നത്. അതിനെ തുടർന്ന് അവൻ റെഡി ആവാൻ വേണ്ടി അകത്തേക്ക് പോവാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് അവൻ ഗ്രേസിന്റെ കൂടെ നേരെ ആ റെസ്റ്റോറന്റിലേക്ക് പോവാണ്. ആ ഫോട്ടോഗ്രാഫറെ കാണിക്കാൻ വേണ്ടി അവനെടുത്ത കുറെ ഫോട്ടോസിന്റെ ഒരു ഫയൽ അവൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ സമയത്തിന് 2 മിനിറ്റ് മുമ്പേ തന്നെ അവൻ ആ റെസ്റ്റോറന്റിലേക്ക് എത്തി. അവൻ ഉടനെ തന്നെ ആ ഫയലും എടുത്തിട്ട് ആ റെസ്റ്റോറന്റിനകത്തേക്ക് പോവാണ്. ഈ സമയം അവൻ അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോൾ ആ ഫോട്ടോഗ്രാഫർ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ അവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടും അയാൾ വന്നില്ല. അങ്ങനെ സമയം രാത്രിയായി. ആ ഫോട്ടോഗ്രാഫർ വരാത്തോണ്ട് തന്നെ അവന് ശരിക്കും നിരാശയുണ്ട്. അവനും ഗ്രേസും കൂടെ ഇപ്പൊ ആ റെസ്റ്റോറന്റിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. ഈ സമയത്താണ് ആ റെസ്റ്റോറന്റിന്റെ മാനേജർ അങ്ങോട്ട് വരുന്നത്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കഴിക്കാൻ വേണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അതിൽ ഈ സമയം ഗ്രേസ് അയാളുടെ അടുത്ത് ചോദിക്കുന്നത്, നിങ്ങളുടെ ഈ റെസ്റ്റോറന്റിലായിട്ട് കുറെ ഫോട്ടോസ് ഒക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇതൊക്കെ ആരെടുത്തതാണ്? ലോക്കലായിട്ടുള്ള ആരുടെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിയതാണോ നിങ്ങൾ എന്നാണ് അവൾ ചോദിക്കുന്നത്. അതെ, ചിലതൊക്കെ ഇവിടുത്തെ ലോക്കൽ ഫോട്ടോഗ്രാഫേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്, മറ്റു ചിലതൊക്കെ ഞാൻ ഓപ്ഷനിൽ വാങ്ങിയതാണ് എന്നാണ് അയാൾ പറയുന്നത്. അതേക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ എന്റെ കയ്യിൽ ഒരു കിടിലൻ ഫോട്ടോഗ്രാഫറുടെ ചില ഫോട്ടോസ് ഉണ്ട്, ഞാൻ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് അവള് ലോവലെടുത്ത ഫോട്ടോസൊക്കെ അയാൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതെല്ലാം കാണുമ്പോൾ അയാൾക്ക് ശരിക്കും അതൊക്കെ ഇഷ്ടപ്പെട്ടു. മാത്രമല്ല നല്ല പൈസ കൊടുത്തിട്ട് അയാൾ അതിലൊരെണ്ണം വാങ്ങുകയും ചെയ്തു. അങ്ങനെ മാനേജർ ആ ഫോട്ടോ ഒക്കെ വാങ്ങി കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ അവരുടെ വീട്ടിലേക്ക് പോവാണ്. ഈ സമയം ഗ്രേസ് അവന്റെ അടുത്ത് പറയുന്നത്, ഞാൻ നിന്നോട് എപ്പോഴും പറയാറില്ലേ നീ ഒരു കിടിലൻ ഫോട്ടോഗ്രാഫർ ആണെന്ന്, പക്ഷെ നീ ഇതുവരെ എടുത്ത ഫോട്ടോസ് ഒന്നുമല്ല, ഇതിലും കിടിലൻ ഫോട്ടോസ് നീ ഇനി എടുക്കാൻ പോകുന്നേ ഉള്ളൂ, നീ നോക്കിക്കോ, ഒരിക്കൽ നീ ഫേമസ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫറായിട്ട് മാറും എന്നാണ് അവള് പറയുന്നത്. അവൾ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവന് ശരിക്കും ഉറക്കം വരുന്നുണ്ട്. ഈ സമയം ഇവൻ ഇതെല്ലാം ഈ ഡോക്ടർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണല്ലോ. അവിടെ ഇരുന്നിട്ട് ആ കഥ പറഞ്ഞു കൊടുക്കുമ്പോഴും അവൻ ഉറക്കം വരുന്നുണ്ട്. അവനിപ്പോ ഡോക്ടറെ അടുത്ത് പറയുന്നത്, ഞാൻ ഇപ്പോൾ ഉറങ്ങിപ്പോവും, ഈ ഉറക്കം ഒഴിവാക്കാൻ എന്തെങ്കിലും നിങ്ങൾ എനിക്ക് തരണം എന്നാണ് അവൻ പറയുന്നത്. അതിനെ തുടർന്ന് ഡോക്ടർ കുറച്ച് കോഫി എടുത്തിട്ട് അവന് കൊടുക്കുകയാണ്. എന്നാൽ അത് കുടിക്കുമ്പോഴേക്കും അവനാണെങ്കിൽ ഉറങ്ങിപ്പോവുകയും ചെയ്തു. പിന്നീട് അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവൻ ആ മാരേജ് ഫംഗ്ഷനിൽ നിൽക്കുകയാണ്. അതായത് ഈ ഡോക്ടറുമായിട്ട് മീറ്റ് ചെയ്ത സംഭവങ്ങൾ കഴിഞ്ഞിട്ട് 2 വർഷങ്ങൾക്കപ്പുറം. അത് മനസ്സിലായതും അവൻ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവന്റെ വണ്ടി എടുത്തിട്ട് ആ ഡോക്ടറുടെ അടുത്തേക്ക് തന്നെ പോവാണ്. എന്നാൽ ഡോക്ടറുടെ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്നെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ, 2 വർഷം മുമ്പല്ലേ നമ്മൾ തമ്മിൽ മീറ്റ് ചെയ്തത് എന്നാണ് ഡോക്ടർ ചോദിക്കുന്നത്. അതേക്കുമ്പോൾ അതേ ഡോക്ടർ, പക്ഷെ എന്നെ സംബന്ധിച്ച് അത് ഇന്നലെയായിരുന്നു എന്നാണ് അവൻ പറയുന്നത്. അത് കേട്ട് ആകെ അന്തം വിട്ടിരിക്കുകയാണ് ഡോക്ടർ. അങ്ങനെ ഡോക്ടറുമായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അവൻ നേരെ പോകുന്ന ഒരു മെഡിക്കൽ ഷോപ്പിലേക്കാണ്. അവിടെ നിന്നും ഉറങ്ങി പോവാതിരിക്കാനുള്ള ഒരു ഗുളിക അവൻ വാങ്ങി. എന്നിട്ട് ആ ഗുളികയും കഴിച്ചിട്ടാണ് അവൻ രാത്രി കിടന്നുറങ്ങുന്നത്. എന്നാൽ പിന്നീട് അവൻ എഴുന്നേൽക്കുമ്പോൾ അവനൊരു ക്ലാസ് റൂമിലിരിക്കുകയാണ്. അതെ, അവനിപ്പോൾ ചെറിയൊരു പയ്യനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ശരിക്കും നിരാശയിലിരിക്കുകയാണ്. ഇത് ഇതുവരെയായിട്ടും തീർന്നിട്ടില്ലേ എന്നാണ് അവനിങ്ങനെ സ്വയം പറയുന്നത്. പിന്നീട് കാണിക്കുന്നത് അവന് കുറച്ച് പ്രായമായിട്ടുള്ള അവൻ്റെ ഒരു സമയമാണ്. അവനിപ്പം ഒരു കല്യാണ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഒരു പള്ളിയിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ അവിടുത്തെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടുത്തെ ആൾക്കാരൊക്കെ പോയി കഴിയുമ്പോൾ അവൻ നേരെ പോകുന്നത് പ്രാർത്ഥിക്കാനാണ്. എന്തൊരു ജീവിതമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, എന്നിലിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എങ്ങനെയെങ്കിലും നിനക്കിതൊക്കെ ഒന്ന് നിർത്തി തരാൻ പറ്റുമോ എന്നാണ് അവനിങ്ങനെ ദൈവത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് അവനിപ്പം അവിടെയുള്ള ഒരു സ്ഥലത്തിരിക്കുകയാണ്. അവൻ്റെ അടുത്തായിട്ട് ആ കല്യാണ പാർട്ടിക്ക് കിട്ടിയ കുറെ ഗിഫ്റ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ സമയത്താണ് ഒരു ചെറിയ പെൺകുട്ടി അങ്ങോട്ട് വരുന്നത്. അവൾ വന്ന ഉടനെ തന്നെ അതിൽ നിന്നൊരു ബോക്സ് എടുത്തിട്ട് അത് കുലുക്കി നോക്കുകയാണ്. അതിനകത്തുണ്ടായിരുന്നത് എന്തോ പൊട്ടുന്ന സാധനമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അത് കുലുക്കി കഴിഞ്ഞപ്പം അതിനകത്തുള്ള സാധനങ്ങളൊക്കെ പൊട്ടിപ്പോയി. ആ ശബ്ദം പുറത്തേക്ക് കേൾക്കുന്നുണ്ട്. അത് പൊട്ടിയത് കാണുമ്പോൾ ആ പെൺകുട്ടിക്ക് ടെൻഷനായി. അത് കാണുന്ന ലോവൽ അവളുടെ അടുത്ത് പറയുന്നത്, ഇത് പൊട്ടിയ കാര്യം നീ ആരുടെ പറയാൻ പോണ്ട, ഞാനും പറയുന്നില്ല, നീ നൈസായിട്ട് ആ ബോക്സ് അവിടെ വെച്ചേക്കി എന്നാണ് അവൻ പറയുന്നത്. അവളാണെങ്കിൽ അവൻ പറഞ്ഞ പോലെ തന്നെ ആ ബോക്സ് താഴേക്ക് വെക്കുകയും ചെയ്തു. അങ്ങനെ അത് താഴേക്ക് വെച്ചിട്ട് അവൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബോക്സിലിരിക്കുന്ന ഗിഫ്റ്റുകളൊന്നും എന്താന്ന് പോലും ഇവിടെയുള്ള ആർക്കും അറിയത്തില്ല, അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ ഈ ഗിഫ്റ്റ് ശരിക്കും ഇഷ്ടപ്പെടുമോ എന്നാണ് അവൾ ചോദിക്കുന്നത്. അതേക്കുമ്പോൾ മനുഷ്യരെ സംബന്ധിച്ച് ഗിഫ്റ്റ് എന്താണെന്നുള്ള കാര്യമൊന്നും ആർക്കും അറിയേണ്ട കാര്യമില്ല, അവർക്ക് ഗിഫ്റ്റ് കിട്ടിയല്ലോ, അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും സന്തോഷമായിരിക്കും എന്നാണ് അവൻ പറയുന്നത്. ഈ സമയത്താണ് അവൾ അടുത്ത ചോദ്യം ചോദിക്കുന്നത്, അപ്പൊ നിങ്ങൾക്ക് ഗിഫ്റ്റുകൾ ഇഷ്ടമാണോ? നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നില്ലല്ലോ, കുറച്ചു മുമ്പ് നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നൊക്കെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്ന്? ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഒരു ഗിഫ്റ്റ് അല്ലേ, അതെന്തിനാണ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നാണ് അവൾ ചോദിക്കുന്നത്. അവളുടെ ആ ചോദ്യം കേൾക്കുമ്പോൾ ലോവലിന് ശരിക്കും അത്ഭുതമായി. അപ്പൊ എന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ നിനക്കറിയാമോ എന്നാണ് അവന്റെ ചോദ്യം. അറിയാം, ആരോ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്, അതൊരിക്കലും നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത് എന്നാണ് അവള് പറയുന്നത്.
അവൾ അത് പറഞ്ഞു കഴിയുമ്പോൾ അവൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാണ് എനിക്ക് ഇങ്ങനെ ഒരു വൃത്തികെട്ട ഗിഫ്റ്റ് തന്നത്, എന്തിനാണ് ഇതെനിക്ക് തന്നിരിക്കുന്നത് എന്നാണ് അവന്റെ ചോദ്യം. അതേക്കുന്ന അവള് പറയുന്നത്, ഈ ഗിഫ്റ്റ് ഇപ്പം നിനക്ക് കിട്ടിയിരിക്കുന്നത് നീ നിന്റെ തന്നെ ജീവിതം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ജീവിതത്തിൽ ഒരാൾക്കൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്, അയാളിപ്പോൾ അപകടത്തിലാണ്, നിനക്ക് മാത്രമേ അയാളെ സഹായിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അയാളെ നിനക്ക് സഹായിക്കണമെങ്കിൽ നീ നിന്റെ ജീവിതം തന്നെ ശരിക്കും പഠിക്കണം. അതുകൊണ്ട് ഒരിക്കലും നിന്റെ ഗിഫ്റ്റ് നീ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത് എന്നാണ് അവള് പറയുന്നത്. അവൾ അതും കൂടെ പറയുമ്പോൾ അവന് ശരിക്കും ടെൻഷൻ ആവാൻ തുടങ്ങി. ആരെയാണ് ഞാൻ രക്ഷിക്കേണ്ടത് എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് നീ നിന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ ശരിക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത്. അവൾ അത്രയും പറഞ്ഞു കഴിയുമ്പോൾ അവളുടെ അമ്മ വന്നിട്ട് അവളെ വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ഈ സമയം ലോവലാണെങ്കിൽ അവൾ പറഞ്ഞ കാര്യം തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവന്റെ മുന്നിൽ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആകെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അവന്റെ ജീവിതത്തെക്കുറിച്ച് ശരിക്കും പഠിക്കണം. എന്നിട്ട് ആരാണോ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുന്നത് അയാളെ സഹായിക്കണം. അതല്ലാതെ അവന്റെ മുമ്പിൽ മറ്റൊരു മാർഗവുമില്ല. അതുകൊണ്ട് തന്നെ അവൻ അവന്റെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ ശരിക്കും ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം എഴുന്നേറ്റ് നോക്കുമ്പോൾ അവനൊരു പെൺകുട്ടിയുമായിട്ട് സെക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവളുടെ പേരാണ് മിഷേൽ. എന്നാൽ അതിനിടയിൽ അവൻ ഉറങ്ങിയത് കാണുമ്പോൾ അവൾക്ക് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. ഇതിന്റെ ഇടയിലാണോ നിന്റെ ഉറക്കൊന്നും പറഞ്ഞിട്ട് അവൾ ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. അതൊക്കെ കണ്ട് അവൻ ശരിക്കും അന്തം വിട്ടിരിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. അതിനിടയിൽ അവനെ കൊണ്ടാവുന്ന രീതിയിൽ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ അവന്റെ ഏറ്റവും വലിയ പ്രശ്നം അവന്റെ ഉറക്കമാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും അവന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ദിവസം അവൻ വീട്ടിലിരുന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ആരോ പുറത്തുനിന്ന് ബെല്ലടിക്കുന്നത്. അവൻ ചെന്ന് വാതിലോട് നോക്കുമ്പോൾ അത് ആ മിഷേലായിരുന്നു. അവൻ വാതിൽ തുറന്ന ഉടനെ തന്നെ അവൾ പറയുന്നത് ഞാൻ പ്രഗ്നന്റ് ആണെന്നാണ്. അത് കേട്ടതും അവൻ അവളെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി. എന്നിട്ട് അവനിപ്പോൾ അവളുടെ അടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കൂ മിഷേൽ, ഒരു കുട്ടിയെക്കുറിച്ചൊന്നും എനിക്കിപ്പോൾ സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല. നിനക്ക് എത്ര കാശ് വേണമെങ്കിലും ഞാൻ തരാം, എന്നെ ഇതിൽ നിന്നൊന്ന് ഒഴിവാക്കി തന്നൂടെ എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ മിഷേലിന് ശരിക്കും സങ്കടമായി. അതാണ് നിന്റെ തീരുമാനമെങ്കിൽ ഞാൻ ഇനി നിന്നെ ശല്യം ചെയ്യാൻ വരത്തില്ല എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ അവളുമായിട്ടുള്ള ആ സംസാരത്തിന് ശേഷം അന്ന് രാത്രി അവൻ അവന്റെ കാർ ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അവൻ ഉറങ്ങിപ്പോയി. പെട്ടെന്നാണ് ഒരു വണ്ടി വന്നിട്ട് അവന്റെ കാറിനിടിക്കുന്നത്. പിന്നീട് അവൻ എഴുന്നേൽക്കുമ്പോൾ അവന്റെ പ്രായം 24 വയസ്സാണ്. ഈ ഒരു കാലഘട്ടത്തിലാണ് അവൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവന്റെ ഈ ഒരു പ്രായം അവൻ അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രായത്തില് ഉറക്കം എന്നൊരു കാര്യം അവൻ അലട്ടിയിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ അവന് ശരിക്കും സന്തോഷമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഉറക്കം എഴുന്നേൽക്കുമ്പോഴാണ് അവൻ ഒരു കാര്യം കണ്ട് അത്ഭുതപ്പെട്ടു പോകുന്നത്. അത് ഗ്രേസ് ആയിരുന്നു. അവൻ എഴുന്നേറ്റത് തന്നെ അവളെ കിസ് ചെയ്തിട്ടാണ്. ഈ സമയം അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെ കുറെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും അവനും ഗ്രേസുമായിട്ടുള്ള എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്ന കാര്യം അവന് മനസ്സിലായി. പിന്നീട് കാണിക്കുന്നത് അവരുടെ കല്യാണത്തിന്റെ രാത്രിയാണ്. അതിൽ ഗ്രേസിന്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. അതിൽ അവൾ പറയുന്നത്, എന്റെ ജീവിതത്തിൽ ഞാൻ പരിചയപ്പെട്ടതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ലോവൽ. ഞാൻ വിചാരിച്ച പോലെയേ അല്ലായിരുന്നു അവൻ. എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതും എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തതും എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും ഇവൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള അവന്റെ ജീവിതത്തിലുടനീളം ഞാനും അവന്റെ കൂടെ തന്നെ ഉണ്ടാവും, അത് അവൻ ഏത് അവസ്ഥയിലാണെങ്കിലും. ഈ ഒരു കാര്യമാണ് അവളുടെ ആ സ്പീച്ചിൽ അവൾ പറയുന്നത്. അവൾ അത് പറഞ്ഞു കഴിയുമ്പോൾ ലോവൽ വേഗം ചെന്നിട്ട് അവളെ കിസ് ചെയ്യാണ്. അങ്ങനെ അന്ന് രാത്രി അവർ കിടന്നുറങ്ങി. എന്നാൽ പിന്നീട് അവൻ എഴുന്നേൽക്കുമ്പോൾ അവന് 30 വയസ്സാണ്. മാത്രമല്ല അവൻ നോക്കുമ്പോൾ അവന്റെ അടുത്തായിട്ട് ഗ്രേസിനെ കാണുന്നില്ല. അത് കാണുമ്പോൾ അവന് ഡൗട്ടായി. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് അവന്റെ ഷെൽഫ് തുറന്നു. ഈ സമയം അവൻ നോക്കുമ്പോൾ അവളുടെ ഒരു ഡ്രസ്സ് പോലും അവിടെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ വേഗം ഫോൺ എടുത്തിട്ട് നേരെ ഗ്രേസിനെ വിളിച്ചു. എന്നാൽ ഈ നമ്പർ നിലവിലില്ല എന്നാണ് അതിൽ പറയുന്നത്. ഇതും കൂടെ ആകുമ്പോൾ അവന് ശരിക്കും ടെൻഷനായി. അവൻ നേരെ പോകുന്നത് അവന്റെ അമ്മ താമസിക്കുന്ന സ്ഥലത്തേക്കാണ്. എന്നാൽ അവൻ അങ്ങോട്ട് ചെന്നിട്ട് അവന്റെ അമ്മയെ വിളിക്കുമ്പോൾ അമ്മ അവിടെ ഉണ്ടായിരുന്നില്ല. ഈ സമയം അവന്റെ കയ്യിൽ ഒരു വാച്ച് ഉണ്ട്. അത് ഗ്രേസ് അവന് ഗിഫ്റ്റ് കൊടുത്താണ്. അതിങ്ങനെ അലാറം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ അത് ഉടനെ തന്നെ ഊരി എടുത്ത് ടേബിളിലേക്ക് വെച്ചു. ഈ സമയത്താണ് അവിടെ വെച്ചിരിക്കുന്ന ഗ്രേസിന്റെ ഒരു ഫോട്ടോ അവൻ കാണുന്നത്. അതിലേക്കൊന്ന് നോക്കിയതിന് ശേഷം അവൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവൻ അവന്റെ കാറിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവൻ ഗ്രേസിന്റെ അമ്മയെ വിളിച്ചു. ഗ്രേസ് അങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നാൽ ഈ നമ്പറും നിലവിലില്ല എന്നാണ് അതിൽ പറയുന്നത്. ഈ സമയത്താണ് അവന്റെ ഫോണിൽ ഒരു വോയിസ് മെയിൽ വരുന്നത്. അത് അവന്റെ അമ്മ അയച്ചൊരു മെസ്സേജാണ്. അതിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ വീട്ടിലേക്ക് വന്നിരുന്നു അല്ലേ, ഇവിടുത്തെ ടേബിളിൽ നിന്റെ വാച്ച് മറന്നു വെച്ചിട്ടുണ്ടല്ലോ. എനിക്കറിയാം ഈ വാച്ച് നിനക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന്. ഇത് ഗ്രേസും മരിക്കുന്ന അന്ന് അവള് നിനക്ക് ഗിഫ്റ്റ് ചെയ്ത വാച്ചല്ലേ. ഞാനിതിവിടെ ഭദ്രമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്, നീ വേഗം വന്നിട്ട് ഇത് എടുത്തോണ്ട് പോകണം എന്നാണ് അവന്റെ അമ്മ വോയിസ് മെയിൽ പറയുന്നത്. അത് കേൾക്കുന്ന ലോവലിനൊരു ഞെട്ടലായിരുന്നു. ഗ്രേസ് മരിച്ചുപോയ കാര്യം അവൻ അറിയുന്ന ഇപ്പോഴാണ്. പക്ഷെ എപ്പോഴാണ് അവൾ മരിച്ചത്, എങ്ങനെയാണ് അവൾ മരിച്ചത് എന്ന കാര്യം അവന് ഓർമ്മ വരുന്നില്ല. ഈ സമയം അവൻ നോക്കുന്നത് അവന്റെ കാറിലിരിക്കുന്ന ഗ്രേസിന്റെ ഫോട്ടോയിലേക്കാണ്. അമ്മ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും അത് അവൻ എടുത്തിട്ടുണ്ടായിരുന്നു. അവൻ അതിലേക്ക് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അവൻ ഓർമ്മ വരുന്ന ആ കുട്ടി പറഞ്ഞ കാര്യമാണ്. അതായത് ഒരാളവൻ രക്ഷിക്കണമെന്ന്. അത് ഗ്രേസിനെയാണ് എന്ന കാര്യം അവനിപ്പോൾ മനസ്സിലായി. അങ്ങനെ അവൻ വേഗം തന്നെ അവന്റെ അമ്മയെ വിളിച്ചു. എന്നാൽ കോള് കണക്ട് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ നേരെ അമ്മയുടെ വീട്ടിലേക്ക് ചെന്നു. എന്നാൽ ഇപ്പൊ അവൻ അങ്ങോട്ട് ചെല്ലുമ്പോഴും അവരവിടെ ഉണ്ടായിരുന്നില്ല. ഈ സമയം അവന്റെ വാച്ച് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അവൻ ഉടനെ തന്നെ അത് എടുക്കുകയാണ്. അതിനുശേഷം അവൻ നേരെ പോകുന്ന ഒരു കഫേയിലേക്കാണ്. എങ്ങനെയാണ് ഗ്രേസ് മരിച്ചത് എന്ന കാര്യം അവൻ ഇന്റർനെറ്റ് സെർച്ച് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അതിൽ നിന്നും അവൻ ഒരു ഇൻഫർമേഷനും കിട്ടുന്നില്ല. അങ്ങനെ കുറെ ഗ്രേസിന്റെ മരണകാരണം അന്വേഷിച്ച് അവൻ നടക്കുന്നുണ്ട്. അതിൽ എവിടെ നിന്നും അതിനെക്കുറിച്ച് അവൻ ഒരു ഇൻഫർമേഷനും കിട്ടുന്നില്ല. അങ്ങനെ കുറെ അലഞ്ഞ് സമയം രാത്രിയായി. അവനിപ്പോ കാറിലിരുന്നുകൊണ്ട് ഗ്രേസിന്റെ അച്ഛനും അമ്മയും വിളിച്ചു നോക്കി. എന്നാൽ ഇപ്പോഴും കോള് കണക്ട് ആവുന്നില്ല.
അങ്ങനെ ട്രൈ ചെയ്ത് അവൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോവാണ്. പിന്നീട് അവൻ എഴുന്നേൽക്കുമ്പം അവനൊരു കുട്ടിയാണ്. അവൻ എഴുന്നേറ്റ ഉടനെ തന്നെ നേരെ പോകുന്നത് ഗ്രേസിന്റെ വീട്ടിലേക്കാണ്. അവൻ അങ്ങോട്ട് ചെല്ലുമ്പം അവൾ അവളുടെ റൂമിൽ നിൽക്കുന്നുണ്ട്. അവൻ ഉടനെ തന്നെ അവളെ വിളിച്ചുകൊണ്ട് നേരെ ഗ്രൗണ്ടിലേക്ക് പോവാണ്. അങ്ങനെ ഗ്രൗണ്ടിലെത്തിയതിനു ശേഷം അവരവിടെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ഈ സമയം അവിടെ ഒരു പയ്യൻ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അവളിപ്പം അവനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവളിപ്പോ ലോവലിന്റെ അടുത്ത് പറയുന്നത്, നീ ആ പയ്യനെ കണ്ടില്ലേ, എന്ത് നന്നായിട്ടാണ് അവൻ ഫുട്ബോൾ കളിക്കുന്നത്, എനിക്ക് അവനെ വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ് അവൾ പറയുന്നത്. എന്നാൽ അവൾ ആ പയ്യന്റെ കാര്യം പറയുമ്പോൾ അവന് ചെറിയ ദേഷ്യമൊക്കെ വരുന്നുണ്ട്. നീ കണ്ടവന്മാര് ഫുട്ബോൾ കളിക്കുന്നത് നോക്കി നിൽക്കാതെ നമുക്ക് അർജന്റായിട്ട് ഹോസ്പിറ്റലിൽ പോകണം, എന്നിട്ട് നിന്റെ ഹെൽത്ത് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം എന്നാണ് അവൻ പറയുന്നത്. അതേക്കുന്ന ഗ്രേസ് പറയുന്നത്, ഈ ഏരിയയിലാകെ 4 ഡോക്ടർമാരേ ഉള്ളൂ, അതിലൊരു ഡോക്ടർ നിന്റെ അച്ഛനാണ്, നിനക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ നീ എന്നെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിക്കോ എന്നാണ് അവള് പറയുന്നത്. അതിനെ തുടർന്ന് അവൻ അവളെയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തി. ഇവന്റെ അച്ഛന്റെ പേര് ഓൾസൺ എന്നാണ്. അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് അധികം അവൻ അച്ഛൻ്റെ അടുത്തേക്ക് പോകാറില്ല. ഇപ്പൊ ഗ്രേസിന്റെ കാര്യം ആയതിനെ കൊണ്ടാണ് അവനിപ്പോ അവളെയും വിളിച്ചുകൊണ്ട് അയാളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ അവരിപ്പം അവന്റെ അച്ഛന്റെ റൂമിലേക്ക് എത്തി. കുറച്ച് സമയം കഴിയുമ്പോഴാണ് അയാൾ അങ്ങോട്ട് വരുന്നത്. നിങ്ങൾ എന്തിനാണ് ഇപ്പം അങ്ങോട്ട് വന്നതെന്ന് അയാൾ ചോദിക്കുമ്പോൾ ലോവല് കാര്യം പറഞ്ഞു, നിങ്ങൾ ഗ്രേസിന്റെ ഹെൽത്ത് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന്. എന്നാൽ അവൻ ആ പറഞ്ഞത് അയാൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അയാൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേസിനോട് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിക്കാൻ പറഞ്ഞു. അവൾ പോയി കഴിയുമ്പോൾ അയാൾ ഇപ്പൊ ലോവലിന്റെ അടുത്ത് സംസാരിക്കുകയാണ്. നീ എന്തിനാണ് ആ പെണ്ണിനെ ഇപ്പം ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? അവൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അവളുടെ പാരന്റ്സ് ആണ് അവൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത്. മാത്രമല്ല പൈസ അടച്ചിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കണം, അല്ലാതെ ഞാൻ ഇവിടെ ചാരിറ്റി അല്ല നടത്തുന്നത്. അതുകൊണ്ട് മേലാൽ നിന്റെ ഫ്രണ്ട്സിനെയും കൂട്ടി ഇങ്ങോട്ട് വരരുത് എന്നാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുന്ന ലോവലാണെങ്കിൽ വളരെ നിരാശയോടെയാണ് ആ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നത്. ഈ സമയം അവനിങ്ങനെ സ്വയം ഒരു കാര്യം പറയുന്നുണ്ട്, എനിക്കാകെ 10 വയസ്സല്ലേ ആയിട്ടുള്ളൂ, ഞാൻ എന്ത് ചെയ്യാനാണ്, ശരിക്കും പറഞ്ഞാൽ ഞാനൊരു യൂസ്ലെസ് ആണ് എന്നാണ് അവൻ സ്വയം പറയുന്നത്. എന്നാൽ ഈ സമയം അവന്റെ അടുത്തായിട്ട് ഒരു ലേഡി നിൽക്കുന്നുണ്ട്. അവൻ പറഞ്ഞ കാര്യം അവരും കേട്ടു. അവരിപ്പോ അവന്റെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ല ലോവൽ, നീ ഒരു യൂസ്ലെസ് അല്ല, നീ നിന്റെ ജീവിതത്തെ കോൺസെൻട്രേറ്റ് ചെയ്യ്, അപ്പം നിനക്ക് കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോവാണ്. അതിൽ നിന്നും അപ്പൊ അവർക്കും തന്റെ അവസ്ഥ അറിയാം എന്ന കാര്യം അവന് മനസ്സിലായി. അങ്ങനെ സമയം രാത്രി ലോവലും ഫാമിലിയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രേസും അവിടെ ഇരിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്ന സമയത്തും അവൻ അവന്റെ ക്യാമറയും കൈപ്പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ അച്ഛൻ ഉറങ്ങിപ്പോകുന്നത്. ഇയാൾക്കും ഈ ഉറക്കത്തിന്റെ അസുഖമുണ്ട്, എപ്പോ വേണമെങ്കിലും അയാൾ ഉറങ്ങിപ്പോകും. ഇപ്പൊ അയാൾ ഉറങ്ങുന്നത് കാണുമ്പോൾ അവൻ അവന്റെ ക്യാമറ എടുത്തിട്ട് അയാളുടെ ഒരു ഫോട്ടോ എടുക്കുകയാണ്. അവൻ ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശബ്ദം കേൾക്കുമ്പോൾ അയാൾ എഴുന്നേക്കുകയും ചെയ്തു. അപ്പൊ താൻ ഉറങ്ങുന്ന ഫോട്ടോ അവൻ എടുത്തെന്ന് മനസ്സിലാവുമ്പോൾ അയാൾക്ക് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അയാൾ ഉടനെ തന്നെ അവന്റെ കയ്യിൽ നിന്ന് ക്യാമറ ഇങ്ങ് മേടിച്ചു. അതിനുശേഷം ദേഷ്യത്തോടെ അവിടെ നടക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ അത് എന്റെ ക്യാമറയാണ്, അത് എനിക്ക് തിരിച്ചു വേണമെന്നും പറഞ്ഞിട്ട് അവൻ അയാളുടെ പുറകെ ചെന്നു. എന്നാൽ ഈ സമയം അയാളാണെങ്കിൽ അവനെ തള്ളി താഴേക്കിടാണ്. ഇതെല്ലാം ഗ്രേസും കാണുന്നുണ്ട്. അച്ഛന്റെ ആ പ്രവൃത്തി കാണുമ്പോൾ അവൾക്ക് ശരിക്കും ദേഷ്യം വന്നു. അവൾ ഉടനെ തന്നെ അയാളുടെ റൂമിലേക്ക് ചെന്നു. ഈ സമയം അയാളാണെങ്കിൽ ആ ക്യാമറ എടുത്തിട്ട് അയാളുടെ ഷെൽഫിൽ ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കുകയാണ്. അത് കാണുമ്പോൾ നിങ്ങളെന്ത് മനുഷ്യനാണ്, അവനൊരു കുട്ടിയല്ലേ, ഇങ്ങനെയാണോ മക്കളോട് പെരുമാറുന്നത്? പിന്നെ ഞാൻ അറിഞ്ഞിടത്തോളം അവനൊരു കിടിലൻ ഫോട്ടോഗ്രാഫറാണ്, നിങ്ങൾ എന്തിനാണ് അവന്റെ ക്യാമറ ഒടിച്ചു വെച്ചത് എന്നൊക്കെയാണ് അവളിങ്ങനെ അയാളുടെ അടുത്ത് ദേഷ്യത്തോടെ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അയാൾക്കും ദേഷ്യം വന്നു. നീ ഇപ്പം നിൽക്കുന്നത് എന്റെ വീട്ടിലാണ്, ഇവിടെ നിന്നിട്ട് ഇങ്ങനത്തെ ഡയലോഗൊന്നും അടിക്കാൻ പാടില്ല, മര്യാദക്ക് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ എന്നും പറഞ്ഞിട്ട് അയാൾ അവൾ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ്. അങ്ങനെ ഈ സംഭവത്തിന് ശേഷം ഒരു ദിവസം രാത്രി ലോവലിന്റെ വീട്ടിൽ ഒരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ ആൾക്കാർ അവിടെ കൂടിയിട്ടുണ്ട്. ഈ സമയത്താണ് ആരോ ബെല്ലടിക്കുന്നത്. അവർ വാതിൽ തുറന്നു നോക്കുമ്പോൾ അത് സോഷ്യൽ സർവീസിന്റെ 2 ആൾക്കാരാണ്. അവരിപ്പോൾ അങ്ങോട്ട് വന്നിരിക്കുന്നത് ലോവലിന്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ മകനെ ഉപദ്രവിച്ചല്ലോ, ആ കാര്യം ഗ്രേസ് കംപ്ലൈന്റ് ചെയ്തു. അതിനെക്കുറിച്ചിട്ട് അയാളോട് ചോദിക്കാനാണ് അവരിപ്പോൾ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ എങ്ങനെയൊക്കെയോ പറഞ്ഞിട്ട് അയാൾ അവരെ പറഞ്ഞു വിട്ടു. അതിനുശേഷം പാർട്ടിയൊക്കെ അവസാനിപ്പിച്ചിട്ട് ലോവലിന്റെ അച്ഛനിപ്പം അയാളുടെ ഭാര്യയും മകനെയും ഒരു റൂമിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ഗ്രേസിന്റെ കാര്യം പറഞ്ഞ് വല്ലാത്ത ദേഷ്യത്തിലാണ് അയാൾ ലോവലിന്റെ അടുത്ത് സംസാരിക്കുന്നത്. ഇനി മേല നീ അവളുമായിട്ട് സംസാരിക്കുന്ന അങ്ങനെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ അവളെ ചിലപ്പോൾ ഞാൻ കൊന്നുകളയും എന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അച്ഛന്റെ ആ ഡയലോഗ് കേൾക്കുമ്പോൾ അവനൊരു ഞെട്ടലായിരുന്നു. ഇനിയിപ്പോ ഇയാളായിരിക്കുമോ അവളുടെ മരണത്തിന്റെ കാരണം എന്നാണ് അവനിപ്പോ ചിന്തിക്കുന്നത്. അങ്ങനെ പിന്നീട് അങ്ങോട്ട് പല സമയങ്ങളിലായി പല പ്രായത്തിൽ അവൻ എഴുന്നേറ്റു. ആ പ്രായങ്ങളിലൊക്കെ അവൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് അവന്റെ അച്ഛൻ കാരണമാണോ ഗ്രേസ് മരിച്ചതെന്നാണ്. അങ്ങനെ ഒരു ദിവസം അവൻ ഉറക്കത്തു നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവിടെ കണ്ണാടിയിലായിട്ട് ഗ്രേസ് ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നാണ് അവന്റെ 26ാമത്തെ പിറന്നാൾ എന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഈ സമയം അവളും അവന്റെ അടുത്ത് കിടക്കുന്നുണ്ട്. എഴുന്നേറ്റ ഉടനെ തന്നെ ഞാൻ റെഡി ആയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അവൾ അപ്പുറത്തേക്ക് പോയി. ഈ സമയത്താണ് അവൾ അവിടെ വെച്ചിരിക്കുന്ന ഒരു ഗിഫ്റ്റ് അവൻ കാണുന്നത്. അതൊരു ബോക്സ് ആണ്. ഇനി ഇതിലായിരിക്കുമോ ആ വാച്ച് ഉള്ളത് എന്നാണ് അവനിപ്പോ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവനത് പൊട്ടിക്കാൻ തുടങ്ങുമ്പോഴാണ് ഗ്രേസ് വന്നിട്ട് അത് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. ഇല്ല, ഇപ്പൊ പൊട്ടിക്കണ്ട, ഇന്ന് രാത്രി നീ ഇത് പൊട്ടിച്ചാൽ മതി എന്നാണ് അവള് പറയുന്നത്. അങ്ങനെ സമയം രാത്രി ലോവൽ അവന്റെ ഫാമിലിയും കൂടെ ഇപ്പൊ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവന്റെയും ഗ്രേസിന്റെയും കല്യാണം കഴിഞ്ഞാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലോവലിന്റെ അമ്മ ഒരു കാര്യം പറയുന്നത്. ഇപ്പൊ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചായില്ലേ, ഇനി ഉടനെ തന്നെ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിക്കാല് കാണണം എന്നാണ് അവർ പറയുന്നത്. എന്നാൽ അത് കേൾക്കുമ്പോൾ ലോവലിന്റെ അച്ഛൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇനി ഒരു കുട്ടിയും കൂടെ വന്നിട്ട് വെറുതെ നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടണോ എന്നാണ് അയാൾ ചോദിക്കുന്നത്. അയാൾ പറഞ്ഞ ആ കാര്യം ഗ്രേസിന് ഇഷ്ടപ്പെട്ടില്ല. ഇത് ഞങ്ങളുടെ കാര്യമാണ്, അതിൽ നിങ്ങൾ ഇടപെടാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്.
അവള് ദേഷ്യപ്പെട്ട് അവിടുന്ന് പോയത് കാണുമ്പോൾ ലോവലിന്റെ അമ്മ അവന്റെ അച്ഛൻ്റെ അടുത്ത് ദേഷ്യപ്പെടാൻ തുടങ്ങി. നിങ്ങൾ എന്തൊക്കെ വർത്താനാണ് ഈ പറയുന്നത്? ആ പെണ്ണിന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? അവൾക്ക് ഗർഭപാത്രപരമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. അതിന്റെ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അവള്. ഒരു കുട്ടി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ പോലും അവൾക്ക് പേടിയുണ്ട്. അതിനിടയിലാണ് ഇങ്ങനത്തെ ഡയലോഗ് പറയുന്നത് എന്നാണ് അമ്മ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ പിന്നെ ഞാൻ പറയാതെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ പോലും ഇവളെനിക്ക് കണ്ണെടുത്ത കണ്ടുകൂടായിരുന്നു. പിന്നെ ഇവളെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഈ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചത്. ഇനി ഇവളെ പോലെ ഒരു കുരുന്നിനെയും കൂടെ ഞാൻ സഹിക്കണോ? അതെന്തായാലും എനിക്ക് പറ്റത്തില്ല എന്നാണ് ലോവലിന്റെ അച്ഛൻ പറയുന്നത്. എന്നാൽ ഈ സമയത്താണ് ഗ്രേസിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന കാര്യം ലോവലിന് മനസ്സിലാവുന്നത്. അവൻ ഉടനെ തന്നെ അവന്റെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അവൾ അവിടേക്ക് സെർച്ച് ചെയ്യാൻ തുടങ്ങി. എന്നാൽ എവിടെയും അവളെ കാണുന്നില്ല. അങ്ങനെ വളരെ ടെൻഷനോടെ അവൻ അവന്റെ വീട്ടിലിരിക്കുകയാണ്. ഈ സമയത്താണ് ഒരു ലേഡി ഗ്രേസിനെയും കൊണ്ട് അങ്ങോട്ട് വരുന്നത്. അവൾ നല്ല അടിച്ച് ഫിറ്റാണ്. മാത്രമല്ല അവൾക്ക് ഛർദ്ദിക്കാനും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും കൂടെ അവളെ ബാത്റൂമിലേക്ക് ആക്കി. അങ്ങനെ അവളെ ബാത്റൂമിൽ കടത്തിയതിനു ശേഷം ലോവൽ ഇപ്പോൾ ആ ലേഡിയെ പരിചയപ്പെട്ടു. ഇവളുടെ പേര് ലിൻഡ എന്നാണ്. ഗ്രേസിന് ഒരു കുഴപ്പവും പറ്റാതെ അങ്ങോട്ട് കൊണ്ടുവന്നതിന് അവനിപ്പോൾ അവളുടെ അടുത്ത് താങ്ക്സ് പറഞ്ഞു. അങ്ങനെ ആ സംസാരത്തിന് ശേഷം ലിൻഡ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് അവനെടുത്ത ആ ഫോട്ടോസൊക്കെ അവള് കാണുന്നത്. ഇതെല്ലാം വളരെ മനോഹരമായിട്ടുണ്ടല്ലോ, ഇതിൽ ഒരെണ്ണം എനിക്ക് തരുമോ, ഞാൻ പൈസ തരാം എന്നാണ് ലിൻഡ പറയുന്നത്. അവനാണെങ്കിൽ ഇത് സമ്മതിക്കുകയും ചെയ്തു. അതിനെ തുറന്ന് അവൾ അതിലൊരു ഫോട്ടോ സെലക്ട് ചെയ്യാണ്. അങ്ങനെ ഫോട്ടോ ഒക്കെ സെലക്ട് ചെയ്തതിനു ശേഷം അവൾ പോകാൻ വേണ്ടി വെളിയിലേക്ക് ഇറങ്ങി. ഈ സമയം ഗ്രേസ് വാങ്ങിയ ഗിഫ്റ്റ് അവിടെ ഇരിക്കുന്നുണ്ട്. അവൾ അത് എടുത്തിട്ട് ലോവലിന് കൊടുക്കുകയാണ്. അങ്ങനെ ആ ഗിഫ്റ്റുമായിട്ട് അവൻ വീട്ടിലേക്ക് കയറിയതിനു ശേഷം അവൻ ആ ഗിഫ്റ്റ് പൊട്ടിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ബാത്റൂമിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. അവനങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ഗ്രേസ് അവിടെ താഴെ വീണ് കിടക്കുകയാണ്. അവൻ വേഗം അവളുടെ അടുത്തേക്ക് വന്നു. ഈ സമയം ഗ്രേസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ ഇങ്ങോട്ട് കൊണ്ടാക്കിയ ആ പെണ്ണുണ്ടല്ലോ, അവള് നിനക്ക് നന്നായിട്ട് ചേരും, നീ അവളെ കല്യാണം കഴിക്കുക, അങ്ങനെയാകുമ്പോൾ നിനക്ക് കുറെ കുട്ടികളും ഉണ്ടാവും എന്നൊക്കെയാണ് അവള് പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം അവൾ വല്ലാണ്ട് കരയാൻ തുടങ്ങി. ഈ സമയം ലോവല് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അങ്ങനെ വേറെ പെണ്ണുങ്ങളുടെ ആവശ്യമൊന്നുമില്ല, ഈ ജീവിതത്തിൽ എനിക്ക് നിന്നെ മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവളെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ അവൾ ഉറങ്ങിപ്പോവുകയും ചെയ്തു. അങ്ങനെ അവൾ ഉറങ്ങിക്കഴിയുമ്പോൾ അവൻ ആ ഗിഫ്റ്റ് എടുത്ത് പൊട്ടിച്ചു നോക്കുകയാണ്. എന്നാൽ അവൻ പ്രതീക്ഷിച്ച പോലെ അതിനകത്തുണ്ടായിരുന്നത് ആ വാച്ചായിരുന്നില്ല, അത് ക്യാമറയുടെ ഒരു ലെൻസായിരുന്നു. അതിൽ നിന്നും ഇന്നല്ല ഇവള് മരിക്കാൻ പോകുന്നത് എന്ന കാര്യം അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവന് ശരിക്കും ആശ്വാസവുമായി. പിന്നീട് അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ലോവലിന് കുറച്ചുകൂടെ ചെറിയ പ്രായമാണ്. ഈ സമയം ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. അവൻ ഉടനെ തന്നെ ഫോൺ അറ്റൻഡ് ചെയ്തു. ഗ്രേസ് ആണ് വിളിക്കുന്നത്. അവൾ വല്ലാണ്ട് കരയുന്നുണ്ട്. അങ്ങനെ അവള് പറഞ്ഞതുപോലെ അവൻ നേരെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി. ഈ സമയം ഗ്രേസിന്റെ അച്ഛനും അമ്മയും അവിടെ ഇരിക്കുന്നുണ്ട്. അവളുടെ ആ പട്ടിയുണ്ടല്ലോ, അതിനെന്തോ അസുഖമുണ്ട്, അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ കരയുന്നത്. അങ്ങനെ ഡോക്ടർ വന്നിട്ട് ആ പട്ടിക്ക് ഒരു ഇഞ്ചക്ഷൻ വെച്ചു. പക്ഷെ അതിനെ അവർക്ക് രക്ഷിക്കാൻ പറ്റിയില്ല. ഉടനെ തന്നെ അത് മരിച്ചു പോവാണ്. അങ്ങനെ ആ പട്ടി ചത്തുപോയതുകൊണ്ട് അവൾ ഹോസ്പിറ്റലിന്റെ വെളിയിലേക്ക് വന്നിട്ട് വല്ലാതെ കരയാൻ തുടങ്ങി. വളരെ കഷ്ടപ്പെട്ടാണ് അവനും അവളുടെ ഫാമിലിയും ചേർന്നിട്ട് അവളൊന്ന് ആശ്വസിപ്പിക്കുന്നത്. അങ്ങനെ അവളെ ഒന്ന് ആശ്വസിപ്പിച്ചതിന് ശേഷം ലോവലിപ്പം അവളെയും കൂട്ടി അവിടെ നടക്കാൻ തുടങ്ങി. അങ്ങനെ സംസാരിച്ച് നടക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് അവൾ അവനെ കിസ് ചെയ്യുന്നത്. ഈ ഒരു അവസരത്തിലാണ് അവൾ അവളുടെ ഇഷ്ടം അവനോട് ആദ്യമായിട്ട് പറയുന്നത്. അവനും അത് ആക്സെപ്റ്റ് ചെയ്തു. മാത്രമല്ല അവൻ അവന്റെ ക്യാമറ എടുത്തിട്ട് അവളുടെ ഒരു ഫോട്ടോ എടുക്കുകയും ചെയ്തു. ഈ ഒരു ഫോട്ടോയായിരുന്നു അവൻ നേരത്തെ അവന്റെ അമ്മ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ സമയം അവൻ ആ കാര്യം മനസ്സിലാവുകയും ചെയ്തു. പിന്നീട് അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് ഒരു ക്രിസ്മസ് ദിവസമാണ്. ഈ സമയം അവരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അവൻ എഴുന്നേറ്റ ഉടനെ തന്നെ അവൻ വാച്ചിൽ സമയം നോക്കുകയാണ്. ഈ സമയത്താണ് അവൻ ആ ഞെട്ടിക്കുന്ന കാര്യം കാണുന്നത്. അവന്റെ കയ്യിലായിട്ട് ആ വാച്ചുണ്ട്. അതെ, തലേ ദിവസം രാത്രി അവൻ കിടക്കാൻ നേരത്ത് അവൻ പോലും അറിയാതെ അവൾ ആ വാച്ച് അവന് ഗിഫ്റ്റ് ചെയ്തതാണ്. അത് കാണുമ്പം അവന് ശരിക്കും ടെൻഷനായി. ഇന്നത്തെ ദിവസമാണ് അവൾ മരിക്കാൻ പോകുന്നത്. ഈ ഒരു കാര്യം അറിയാവുന്നതുകൊണ്ട് അവൻ വളരെ ശ്രദ്ധിച്ചാണ് അവളെയും കൊണ്ട് നടക്കുന്നത്. കാറിൽ പോകുമ്പോൾ പോലും വളരെ പതുക്കെയാണ് അവൻ വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ അവർ ആദ്യമായിട്ട് പോകുന്നത് ഗ്രേസിന്റെ വീട്ടിലേക്കാണ്. അവളുടെ അച്ഛനും അമ്മയ്ക്കും ക്രിസ്മസിന്റെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഗിഫ്റ്റ് മേടിക്കുമ്പോൾ അവർക്ക് ശരിക്കും സന്തോഷമായി. അങ്ങനെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവർ അടുത്തായിട്ട് പോകുന്നത് ലോവലിന്റെ വീട്ടിലേക്കാണ്. അവിടെ അവരൊരു ഗിഫ്റ്റ് കൊടുത്തു. ഈ സമയം അവന്റെ അമ്മയുടെ കൂടെ ലോവലിന്റെ അച്ഛനും ഇരിക്കുന്നുണ്ട്. എന്നാൽ പുള്ളി ആ കാര്യത്തിൽ വലിയ മൈൻഡ് ഒന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല അവർ നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ അയാൾ ഉറങ്ങിപ്പോവുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു സംസാരത്തിന് ശേഷം ലോവലും ഗ്രേസും കാണുന്നത് അവന്റെ അമ്മ അവന്റെ അച്ഛനുമായിട്ട് വഴക്കിടുന്നതാണ്. നിങ്ങൾക്ക് നമ്മുടെ ഫാമിലിയിൽ ഒരു കാര്യത്തിനും ഒരു ഇൻട്രസ്റ്റ് പോലും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ അയാളുടെ അടുത്ത് ദേഷ്യപ്പെടുന്നത്. എന്നാൽ പുള്ളിയാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. അങ്ങനെ അച്ഛൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ലോവലും ഗ്രേസും അവന്റെ അമ്മയുടെ അടുത്തേക്ക് വന്നു. അവരെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി പോയതാണ്. എന്നാൽ ഈ സമയം ലോവലിന്റെ അമ്മ പറയുന്നത്, ഇനിയും എന്തിനാണ് നിങ്ങൾ ഈ വീട്ടിലേക്ക് വരുന്നത്, നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാതിരുന്നൂടെന്നാണ്. അത് കേൾക്കുമ്പോൾ ലോവൽ വേഗം ഗ്രേസിനെ കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ കുറെ പോയി ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ നമുക്കൊന്ന് നടക്കാമെന്നും പറഞ്ഞിട്ട് ലോവൽ അവളെയും കൂട്ടി അവിടെ നടക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ നടന്ന ഒരു സ്ഥലത്തെത്തുമ്പോൾ അവൾ അവളുടെ പട്ടിയും കൊണ്ട് അവിടെ നിന്ന് ഓടുകയാണ്. അത് കണ്ടതും അവനും അവളുടെ പുറകിലോടി. ഈ സമയത്താണ് ഒരു കാർ അതിൽ പാസ് ചെയ്യുന്നത്. പിന്നീട് അവൻ കേൾക്കുന്നത് ആ കാറ് ഗ്രേസിന് ഇടിക്കുന്ന ശബ്ദമാണ്. അവൻ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ആ കാർ ഇടിച്ച് അവളിങ്ങനെ താഴെ വീണ് കിടക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ലോവലിന്റെ അച്ഛനും അതിലെ നടക്കാൻ ഇറങ്ങിയതാണ്. എന്നാൽ കുറെ നടന്നു കഴിയുമ്പോൾ പുള്ളി അവിടുത്തെ ഒരു ബെഞ്ചിലേക്ക് ഇരുന്നു. എന്നിട്ട് സിഗരറ്റ് കത്തിക്കാൻ തുടങ്ങി. എന്നാൽ അതിനിടയിലാണ് പുള്ളി അവിടെ കിടന്ന് ഉറങ്ങിപ്പോകുന്നത്. ഇതേ സമയം തന്നെ ലോവലാണെങ്കിൽ ഗ്രേസിന് ഒരു ആംബുലൻസിലേക്ക് കയറ്റി നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. എന്നാൽ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഡോക്ടർമാരാണ് ആ സിറ്റിയിലുള്ളത് എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു. ക്രിസ്മസ് ആയതുകൊണ്ട് 3 ഡോക്ടർമാർ ലീവാണ്. ഇപ്പൊ ലോവലിന്റെ അച്ഛൻ മാത്രമേ ഡ്യൂട്ടിയിലുള്ളൂ. അതുകൊണ്ട് തന്നെ ആ നഴ്സുമാരൊക്കെ അയാളുടെ അച്ഛനെ ഫോണിൽ വിളിക്കുന്നുണ്ട്. എന്നാൽ ഉറക്കത്തിലായതുകൊണ്ട് അയാൾ അതൊന്നും അറിയുന്നുമില്ല.
അങ്ങനെ അവർ ഗ്രേസിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. ആ നഴ്സുമാരെ കൊണ്ടാവുന്ന രീതിയിൽ അവരവളുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഉടനെ തന്നെ ഗ്രേസ് മരിച്ചു പോവാണ്. അങ്ങനെ ഗ്രേസ് മരിച്ചു കഴിഞ്ഞതും ലോവലിന്റെ അച്ഛന് ബോധം വന്നു. അയാൾ നേരെ പോകുന്നത് അയാളുടെ വീട്ടിലേക്കാണ്. എന്നാൽ അയാൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അയാളുടെ ഭാര്യ അവിടെ ഇരിക്കുന്നുണ്ട്. അവളിങ്ങനെ വല്ലാണ്ട് കരയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അയാൾ നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തി. ഈ സമയം ഗ്രേസിന്റെ ഫാമിലിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഗ്രേസിന്റെ മരണത്തിന് താനും കൂടെ കാരണമാണ് എന്ന കാര്യം അയാൾക്കിപ്പോ മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാളിപ്പം ഗ്രേസിന്റെ ഫാമിലിയുടെ അടുത്തൊരു സോറി പറയാണ്. അത്രയും പറഞ്ഞതിന് ശേഷം വളരെ സങ്കടത്തോടെയാണ് അയാൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നത്. ഈ സമയത്താണ് ലോവൽ അയാളുടെ അടുത്തേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ നിങ്ങൾ എവിടെയായിരുന്നു എന്നാണ് അവൻ ചോദിക്കുന്നത്. കുറച്ച് ദേഷ്യപ്പെട്ടാണ് അവൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ ഉടനെ തന്നെ കാര്യങ്ങളൊക്കെ അവന്റെ അടുത്ത് പറഞ്ഞു. അതെല്ലാം കേൾക്കുമ്പോൾ അവന്റെ ദേഷ്യം കൂടാൻ തുടങ്ങി. അപ്പൊ ഗ്രേസിന്റെ മരണത്തിന് കാരണം നിങ്ങളും കൂടെയാണല്ലേ, നിങ്ങളുടെ ഈ നശിച്ച ഉറക്കം കാരണമല്ലേ അവളെ രക്ഷിക്കാൻ കഴിയാഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ അയാളുടെ അടുത്ത് ദേഷ്യപ്പെടുന്നത്. ഇവിടെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ഈ ഉറക്കത്തിനൊരു ചികിത്സയുണ്ട്. എന്നാൽ ഇതുവരെയായിട്ട് അയാൾ അത് ചെയ്തിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചികിത്സ അയാൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇയാൾക്ക് അങ്ങനെ ഒരു അസുഖമുണ്ട് എന്ന കാര്യം ഹോസ്പിറ്റലിൽ മൊത്തം പാട്ടാവും. അത് അയാളുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും എന്നാണ് അയാളുടെ വാദം. ശരിക്കും പറഞ്ഞാൽ അയാളുടെ ഈഗോ ആണ് ഇതിനൊക്കെ കാരണം. അതുകൊണ്ടാണ് ഇത്രയും കാലം അയാൾ ചികിത്സയൊന്നും എടുക്കാതിരുന്നത്. അങ്ങനെ ലോവൽ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ അടുത്ത് ദേഷ്യപ്പെടുന്ന കാണുമ്പോൾ സാധാരണ അയാൾ പ്രതികരിക്കേണ്ടതാണ്. എന്നാൽ ഈ സമയത്ത് അയാൾ ഒന്നും പറയുന്നില്ല. അങ്ങനെ ഗ്രേസിന്റെ ഫ്യൂണറലൊക്കെ കഴിഞ്ഞു. ലോവൽ ഇപ്പം വളരെ സങ്കടത്തോടെ അവന് വീട്ടിലൊരു സോഫയിലിരിക്കുകയാണ്. അതിനിടയിൽ അവനിങ്ങനെ സ്വയം സംസാരിക്കുന്നുണ്ട്. ഗ്രേസിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത ഞാൻ എന്തൊരു യൂസ്ലെസ് ആണ് എന്നൊക്കെയാണ് അവനിങ്ങനെ സ്വയം പറയുന്നത്. ഈ സമയം അവിടുത്തെ ടി-വിയിൽ ഒരു ന്യൂസ് കാണിക്കുന്നുണ്ട്. ഈ സമയം അവനിങ്ങനെ സ്വയം സംസാരിച്ചു കഴിയുമ്പോൾ ആ ന്യൂസ് റീഡർ ഇപ്പം അവന്റെ അടുത്ത് ചില കാര്യങ്ങൾ പറയാണ്. നീ എന്തിനാണ് ലോവൽ ഇങ്ങനെ സ്വയം പഴിക്കുന്നത്? ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഇനിയും നിനക്ക് സമയമുണ്ട്. നീ നിന്റെ ജീവിതത്തിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കുക എന്നാണ് ആ ന്യൂസ് റീഡർ പറയുന്നത്. അവരത് പറഞ്ഞു കഴിയുമ്പോൾ ലോവൽ വീണ്ടും ഉറങ്ങിപ്പോവാണ്. പിന്നീട് അവൻ കണ്ണു തുറക്കുമ്പോൾ അവന് കുറച്ച് പ്രായമായ അവസ്ഥയാണ്. അവനിപ്പം അവന്റെ കാറിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവന്റെ കാറിനകത്തുനിന്നും അവനൊരു അഡ്രസ്സ് കിട്ടുന്നത്. അവൻ ഉടനെ തന്നെ ആ അഡ്രസ്സിലേക്ക് പോയി. അത് നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ മിഷേൽ ഉണ്ടല്ലോ, അവളുടെ വീടിന്റെ അഡ്രസ്സാണ്. അവൻ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ അവളുടെ വീട്ടിൽ നിന്നും ഒരു പയ്യൻ ഇറങ്ങി പോകുന്നുണ്ട്. ഇത് ഇവന്റെ മകനാണ്. ഇവന്റെ പേര് കെവിൻ എന്നാണ്. അവന്റെ പുറകിലായിട്ട് മിഷേലും വന്നു. ഈ സമയം ലോവൽ അവിടെ നിൽക്കുന്ന കാണുമ്പോൾ അവൾക്ക് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അവൾ ഉടനെ തന്നെ അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവന്റെ അടുത്ത് വല്ലാതെ ചൂടാവാൻ തുടങ്ങി. ആ നിൽക്കുന്നത് കണ്ടില്ലേ, അത് നമ്മുടെ മകനാണ്. അവനെ നിങ്ങൾ അറേഞ്ച് ചെയ്യാം, പക്ഷെ ഒരു കാരണവശാലും നിങ്ങൾ അവന്റെ മുന്നിൽ പോലും വരരുത് എന്ന് പറഞ്ഞിട്ട് അവൾ ദേഷ്യത്തോടെ അവിടുന്ന് പോവാണ്. എന്നാൽ മകനെ ആദ്യമായിട്ട് കണ്ടു കഴിയുമ്പോൾ അയാൾക്ക് വല്ലാത്തൊരു സങ്കടം തോന്നുന്നുണ്ട്. ലോവൽ ഇവനെ ഒഴിവാക്കാൻ പറഞ്ഞാണല്ലോ. എന്നാൽ ഇപ്പം ലോവൽ അവനോട് വല്ലാത്തൊരു സ്നേഹമാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി അയാൾ നേരെ അവന്റെ സ്കൂളിലേക്ക് ചെന്നു. ഇന്നത്തെ ദിവസം അയാളുടെ മകന്റെ ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ട്. ആ സ്റ്റേജ് പ്രോഗ്രാമിൽ അവൻ നന്നായിട്ട് പാട്ടുപാടുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ ലോവലിന് ശരിക്കും സന്തോഷമായി. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കെവിൻ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് ലോവൽ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നത്, അവന്റെ വിശേഷങ്ങൾ തിരക്കാൻ വേണ്ടിയിട്ട്. അച്ഛൻ അവന്റെ അടുത്തേക്ക് വന്ന് കാണുമ്പോൾ കെവിന് വല്ലാണ്ട് സങ്കടം വരുന്നുണ്ട്. അവന്റെ കണ്ണുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകാണ്. ഈ സമയത്താണ് മിഷേലും അവളുടെ ഹസ്ബൻഡ് അങ്ങോട്ട് വരുന്നത്. താൻ വാൺ ചെയ്തിട്ടും ലോവൽ അവനെ കാണാൻ വന്ന് കണ്ടിട്ട് അവൾക്ക് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. മാത്രമല്ല അവളുടെ ഹസ്ബൻഡ് അവനെ ശരിക്കും ഇടിക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ ഇടിച്ചതിന് ശേഷം ഇനി മേലാ ഞങ്ങളുടെ മകന്റെ അടുത്തേക്ക് നീ വന്നു പോരുതെന്നും പറഞ്ഞിട്ട് അയാൾ വേഗം തന്റെ ഭാര്യയും മകനെയും കൂട്ടി അവിടുന്ന് പോവാണ്. ഈ ഒരു കാര്യം കൂടെ ആയപ്പോൾ ലോവലാണെങ്കിൽ ശരിക്കും തകർന്ന അവസ്ഥയിലാണ്. അവനിങ്ങനെ റോഡിലേക്ക് ഇറങ്ങി എങ്ങോട്ടൊന്നുമില്ലാതെ അങ്ങനെ നടക്കാൻ തുടങ്ങി. ഈ സമയം നല്ല ശക്തമായിട്ട് മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ നടന്ന് ഒരു സ്ഥലത്തെത്തുമ്പോൾ അവൻ അവിടെ മുട്ടുകുത്തിയിരിക്കുകയാണ്. അതിനുശേഷം അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ഇതുവരെയായിട്ട് ചെയ്ത ഒരു കാര്യവും ശരിയായില്ല, അതുകൊണ്ട് എനിക്ക് ഒരു ചാൻസും കൂടെ തന്നൂടെ എന്നാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ അവന്റെ ആ പ്രാർത്ഥന കഴിയുമ്പോഴാണ് പെട്ടെന്ന് ആ മഴ സ്റ്റോപ്പ് ആവുന്നത്. പിന്നീട് അവൻ നോക്കുമ്പോൾ അവനിങ്ങനെ സിറ്റിയുടെ നടുവിലായിട്ട് നിൽക്കുകയാണ്. മാത്രമല്ല അവിടെ ഒരു കാർ കിടക്കുന്നുണ്ട്. ഒരു ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്ന കാറാണത്. അതിനകത്തുള്ളതും ലോവൽ തന്നെയാണ്. നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ അവനൊരു കാർ ആക്സിഡന്റിൽ പെടുന്ന കണ്ടിട്ടില്ലായിരുന്നു. ആ സംഭവത്തിന് ശേഷം സമയം ഇപ്പൊ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അവിടെയാണ് അവനിപ്പോ നിൽക്കുന്നത്. അതായത് അവന്റെ ഈ പ്രശ്നങ്ങളൊക്കെ ആരംഭിച്ചത് യഥാർത്ഥത്തിൽ ഈ സമയം മുതൽക്കാണ്. അവനിങ്ങനെ ആ കാറിലേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് അവന്റെ പുറകിലായിട്ട് ഗ്രേസ് വരുന്നത്. ഗ്രേസിനെ കാണുമ്പോൾ അവന് ശരിക്കും അത്ഭുതമായി. ഈ സമയം ഗ്രേസ് ആ സത്യം വെളിപ്പെടുത്താണ്. അതായത് അവൻ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഗ്രേസിന്റെ പണിയാണ്. മാത്രമല്ല അവൾ ഈ സംസാരിക്കുമ്പോൾ അവളുടെ പുറകിലായിട്ട് കുറെ ആൾക്കാരിങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. ഈ സിനിമയിൽ പല ഭാഗങ്ങളിലായിട്ട് ഇവന് ചില ഉപദേശങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി ഓരോരോ ആൾക്കാർ വന്നിട്ടില്ലായിരുന്നു. അവരാണ് അവളുടെ പുറകിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത്. അതിൽ ആ ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. ഈ സമയം അവൻ അവളുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നീ മരിച്ചതല്ലേ? പിന്നെ ആ കുട്ടിയുടെ രൂപത്തിൽ വന്നപ്പോൾ നീ ഒരു കാര്യം എന്നോട് പറഞ്ഞായിരുന്നല്ലോ, ഞാൻ ആരെയോ സഹായിക്കണമെന്ന്. അത് നിന്നെയല്ലേ നീ ഉദ്ദേശിച്ചത് എന്നാണ് ലോവൽ ചോദിക്കുന്നത്. അതേക്കുമ്പോൾ അല്ല ലോവൽ, എന്നെ രക്ഷിക്കണം എന്നല്ല ഞാൻ നിന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നിന്നെ തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എപ്പോഴും നിന്നോട് പറയാറില്ലേ, നിനക്ക് എന്ത് സംഭവിച്ചാലും എപ്പോഴും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവുമെന്ന്. ഇപ്പോഴും ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട്. എന്റെ മരണത്തിന് ശേഷം ഒരു വല്ലാത്തൊരു ജീവിതമായിരുന്നു നിന്റേത്. അതെനിക്ക് തീരെ താങ്ങാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. അതുകൊണ്ട് തെറ്റുകളൊക്കെ തിരുത്താൻ വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ പല സമയങ്ങളിലേക്ക് കൊണ്ടുപോയത് എന്നൊക്കെയാണ് അവള് പറയുന്നത്.
അവൾ ആ പറഞ്ഞത് കേൾക്കുമ്പോൾ അവനിപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അങ്ങനെ അവർ തമ്മിലുള്ള ഈ സംസാരത്തിന് ശേഷം കാണിക്കുന്നത് ആ ആക്സിഡന്റ് പിന്നെയും സംഭവിക്കുന്നതാണ്. എന്നാൽ ആ ആക്സിഡന്റ് സംഭവിച്ചു കഴിയുമ്പോൾ അവൻ അങ്ങനെ വലിയ അപകടമൊന്നും പറ്റിയിട്ടില്ല. എന്നാൽ കാര്യങ്ങളൊക്കെ അവനിപ്പോ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നല്ലൊരു ലൈഫ് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവനിപ്പോ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി കാണിക്കുന്നത് 6 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ്. ഗ്രേസ് ആഗ്രഹിച്ച പോലെ തന്നെ അവനിപ്പോ അറിയപ്പെടുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ്. ഇന്നത്തെ ദിവസം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അവൻ അവന്റെ വീട്ടിലേക്ക് എത്തി. അവനിപ്പോ 2 മക്കളാണ്. മൂത്തത് ഒരു ആൺകുട്ടിയാണ്. അവന്റെ പേര് കെവിൻ, പെൺകുട്ടിയുടെ പേര് പോള എന്നാണ്. അങ്ങനെ അവന്റെ മോളെ എടുക്കുമ്പോഴാണ് അവന്റെ ഭാര്യ ഇങ്ങോട്ട് വരുന്നത്. അത് മറ്റാരുമല്ല, അത് നമ്മൾ നേരത്തെ കണ്ട ആ ലിൻഡയാണ്. അതായത് ഒരു ദിവസം ഗ്രേസ് അടിച്ച് ഫിറ്റായിട്ടിരിക്കുമ്പോൾ ഒരു പെണ്ണ് അവളെ ലോവലിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അവളാണ് ഇപ്പൊ ലോവലിന്റെ ഭാര്യ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. കെവിൻ ഇപ്പം അവിടെയുള്ള ഒരു അക്വേറിയത്തിൽ നോക്കിയേക്കാണ്. അവനിങ്ങനെ മീനുകളോട് സംസാരിക്കുന്നു നോക്കിക്കൊണ്ട് ലോവൽ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഈ സമയത്താണ് ലോവൽ ഉറങ്ങിപ്പോകുന്നത്. ഉറങ്ങി അവൻ നേരെ വീഴുന്നത് ആ അക്വേറിയത്തിന്റെ മുകളിലേക്കാണ്. ആ ഒരു ആക്സിഡന്റിൽ അവന്റെ മകന് പരിക്കേറ്റു. അവരിപ്പം കെവിനെ ഹോസ്പിറ്റലിലാക്കിയിരിക്കുകയാണ്. എങ്കിലും വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ കെവിന്റെ അടുത്ത് സംസാരിച്ചതിന് ശേഷം ലോവൽ അവിടുത്തെ ഒരു നേഴ്സിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ഇവനെ ഏത് ഡോക്ടറാണ് ചികിത്സിക്കുന്നത് എന്നാണ് ലോവൽ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ആ നേഴ്സ് അവനെയും കൂട്ടിക്കൊണ്ട് ആ ഡോക്ടറുടെ റൂമിലേക്ക് ചെന്നു. അത് മറ്റാരുമല്ല, അവന്റെ അച്ഛൻ തന്നെയായിരുന്നത്. ലോവലിപ്പോ ആ റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ അവനെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ആ റൂമിലായിട്ട് ലോവലുമായി ബന്ധപ്പെട്ട കുറെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുണ്ട്. മാത്രമല്ല അയാളുടെ ടേബിളിലായിട്ട് ഒരു ഗുളികയുടെ ബോട്ടിൽ ഇരിക്കുന്നുണ്ട്. അതിൽ നിന്നും അയാളിപ്പോ ആ ചികിത്സ എടുക്കുന്നുണ്ട് എന്ന കാര്യം അവന് മനസ്സിലായി. അങ്ങനെ അവൻ അതും നോക്കി നിൽക്കുമ്പോഴാണ് അവന്റെ അച്ഛൻ അങ്ങോട്ട് വരുന്നത്. അവനെ കാണുമ്പോൾ അയാൾക്കിപ്പോ ഒന്നും സംസാരിക്കാനില്ല. എന്നാൽ അയാളുടെ മുഖത്ത് കുറ്റബോധം പ്രകടമാണ്. അതിൽ നിന്നും അച്ഛനിപ്പോ നല്ലൊരു മനുഷ്യനാണ് എന്ന കാര്യം ലോവലിന് മനസ്സിലായി. ഈ സമയം അവൻ അയാളുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പോ 2 മക്കളാണ്. നിങ്ങൾക്ക് വല്ലപ്പോഴും അവരെ കളിപ്പിക്കാനെങ്കിൽ എന്റെ വീട്ടിലേക്കൊന്ന് വന്നൂടെ എന്നാണ്. അങ്ങനെ അവൻ പറഞ്ഞ പോലെ തന്നെ അയാളും അയാളുടെ ഭാര്യയും കൂടെ ഒരു ദിവസം അവന്റെ വീട്ടിലേക്ക് വന്നു. ലോവലിന്റെ അച്ഛനിപ്പം അവന്റെ കുട്ടികളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ എൻജോയ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് അവരൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. ഈ ഫോട്ടോയാണ് ഈ സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ അവന്റെ വീട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് അവന് 92 വയസ്സായ അവസ്ഥയിൽ. ഇനി കാണിക്കുന്നതും അവന്റെ അതേ പ്രായമാണ്. നല്ല പ്രായമായതുകൊണ്ട് അവനിപ്പോ തീരെ വയ്യ. അവനിപ്പോ ആ ഫോട്ടോയിലേക്ക് തന്നെയാണ് നോക്കുന്നത്. ഈ സമയം അവന്റെ ജീവിതത്തിൽ നടന്ന പല കാര്യങ്ങളും അവന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അതിലൊന്ന് അവന്റെ മകൻ ഗ്രാജുവേറ്റ് ആവുന്നതാണ്. രണ്ടാമത്തേത് അവന്റെ മകളുടെ കല്യാണമാണ്. അതെ, എല്ലാം കൊണ്ടും വളരെ സന്തോഷത്തോടെയാണ് അവൻ ഇത്രയും കാലം ജീവിച്ചത്. അങ്ങനെ ആ നല്ല കാലങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് അവൻ പതുക്കെ കണ്ണുകൾ അടയ്ക്കുകയാണ്. മരിക്കുന്ന ഈ സമയത്തും അവന്റെ മനസ്സിലേക്ക് വരുന്നത് ഗ്രേസ് ആണ്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും എഴുതി അടയ്ക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.